ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കേരള PSCയുടെ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് വൈസ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് DNA റെപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താം. അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകളുടെ PDF-നായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ചുവടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ലിവിങ് സെൽസിൽ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയൽ സെല്ലിൽ നോക്കുകയാണെങ്കിലും റെപ്ലിക്കേഷൻ എന്ന് പറയുന്നതിന് ഒരുപാടധികം എൻസൈംസ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻസൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാക്ഷനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എൻസൈം എന്ന് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറയാം അല്ലേ. സോ മെയിൻ എൻസൈം which is referred to as DNA dependent DNA polymerase എന്ന് പറയുന്ന എൻസൈമാണ് DNA ഒരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പല അധികം ഡീഓക്സി ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്നത്. ഇനി എന്താണ് പോളിമറൈസേഷൻ? മോണോമേഴ്സ് കൂടി ചേർന്ന് പോളിമറായി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീഓക്സി ന്യൂക്ലിയോടൈഡുകൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഇവിടെ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുറേ എൻസൈംസ് ഉണ്ട്, ഇവർ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എഫക്റ്റീവായി തന്നെ പോളിമറൈസേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സിനാണ് ഒരു ഷോർട്ട് ടൈമിൽ അവർ പോളിമറൈസ് ചെയ്ത് എടുക്കുന്നത്. റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ റെപ്ലിക്കാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ളത് 4.6 × 106 ബേസ് പെയേഴ്സ് ആണ്. അപ്പോൾ ഹ്യൂമണിലാണെങ്കിൽ അത് 6.6 × 109 ബേസ് പെയേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു റെപ്ലിക്കേഷൻ, ഈക്കോളൈയിലുള്ള റെപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നത് 18 മിനിറ്റുകൾ മാത്രം എടുത്തിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പോളിമറൈസേഷൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 2000 ബേസ് പെയർ പെർ സെക്കൻഡ് ആണ് അവിടെ റേറ്റ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക അല്ലേ, നമുക്ക് ഈ പോളിമറൈസസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുക. പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഫാസ്റ്റായ മാത്രം പോരാ, നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് റെപ്ലിക്കേഷനിൽ ഉണ്ടായാൽ അത് മ്യൂട്ടേഷൻസിന് കാരണമാവുകയും പിന്നീട് ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആരാണ് പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത്? പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളാണ്. ഇവർക്ക് ഡുവൽ പർപ്പസുകളാണ് ഉള്ളത്, 2 പർപ്പസ് ആണുള്ളത്. ഒന്നാമത് അവർ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, രണ്ടാമതായിട്ട് അവർ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടെർമിനൽ ഫോസ്ഫേറ്റുകളെ കാണാനായിട്ട് സാധിക്കും. ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, ട്രൈഫോസ്ഫേറ്റ്സിൽ എത്ര എണ്ണം ഉണ്ട്? 3 ഫോസ്ഫേറ്റുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ആൽഫ, ബീറ്റ, അതുപോലെ ഗാമ. ഇവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് 5' കാർബൺ ഓഫ് ഡിയോക്സി റൈബോസിലായിരിക്കും. അപ്പോൾ ഈ പറയുന്നതിൽ ബേസ് എന്ന് പറയുന്നത് അഡിനിനാവാം, തൈമിനാവാം, ഗ്വാനിനാവാം, അല്ലെങ്കിൽ സൈറ്റോസിൻ ആകാം. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ഫോസ്ഫേറ്റുകളിൽ 2 ടെർമിനൽ ഫോസ്ഫേറ്റുകളുണ്ട്. ഇവരാണ് ഹൈ എനർജി ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇവർ അവരുടെ എനർജി എന്ന് പറയുന്നത് ATPനോട് സിമിലർ ആയിരിക്കും. ഇനി ഈ പറയുന്ന ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളിൽ 2 റോളാണുള്ളത്. ഒന്നാമത് അവർ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് മാറുന്നുണ്ട് DNA സ്ട്രാൻഡിൻ്റെ. ഇത് കൂടാതെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനുള്ളതാണ്? ATP പോലെയോ GTP പോലെയൊക്കെയാണ് ഈ പറയുന്ന പോളിമറൈസേഷനിലെ എനർജി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻ അഡീഷൻ ടു DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസസ്, ഇതല്ലാതെ കൂടുതലായിട്ട് നമുക്ക് പല അധികം എൻസൈമുകളുണ്ട് ടു കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ആക്യുറസി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മ്യൂട്ടേഷൻസിന് കാരണമാകും അല്ലേ. ഫോർ ലോങ് മോളിക്യൂൾ ഓഫ് DNA, 2 സ്ട്രാൻഡിനെയും സെപ്പറേറ്റ് ചെയ്ത് എൻറ്റയർ ലെങ്ത്തിലും ഈ പറയുന്ന റെപ്ലിക്കേഷൻ നടക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി കുറച്ച് ഹൈ എനർജി റിക്വയർമെൻ്റ് ഉള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ആയിട്ടാണ്. അതിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഒരേ ഒരു ഡയറക്ഷനിലാണ്, അതാണ്
5' to 3'. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഡിയോക്സി റൈബോസിന് 5' 3' 1' 2' ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഓപ്പൺ ചെയ്ത DNA സ്ട്രാൻഡിൽ 5' to 3' ഡയറക്ഷനിലാണ് നമ്മുടെ DNA ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള DNA പോളിമറേസ് എന്ന് പറയുന്നത് കാറ്റലൈസേഷൻ നടത്തി പോളിമറൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുവഴിയായിട്ട് അഡീഷണൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ റെപ്ലിക്കേറ്റിംഗ് ഫോർക്കിലാണ് ഉണ്ടാക്കുന്നത്. സോ കോൺസിക്വൻ്റ്ലി ഓൺ വൺ സ്ട്രാൻഡ്, അതായത് നമ്മുടെ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി ഓഫ് 3' to 5' ഉണ്ടാവും. അവിടെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. അതേസമയം ടെംപ്ലേറ്റ് വിച്ച് ഈസ് ഹാവിങ് എ പൊളാരിറ്റി ഓഫ് 5' to 3' അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടെ പറയാം കേട്ടോ, ടെൻഷൻ ആവുന്നൊന്നും വേണ്ട. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഫ്രാഗ്മെന്റിനെ പിന്നീട് ജോയിൻ ചെയ്യുന്നത് DNA ലൈഗേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ട്രാൻഡുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, 3' to 5' അതുപോലെ 5' to 3'. അപ്പോൾ ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. അവിടെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഒരു തരത്തിലും കട്ടായിട്ടല്ല റെപ്ലിക്കേഷൻ നടക്കുന്നത്. ആ സ്ട്രാൻഡിനെയാണ് നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ DNA ഇങ്ങനെ അൺസിപ്പ് ചെയ്യുകയും അങ്ങനെ അവിടെ റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസിസ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ 5' to 3' ഡയറക്ഷനിലാണ് ഇവിടെയും മൂവ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ 5' to 3' മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ട്രാൻഡിനെ വിളിക്കുന്ന പേരെന്താണ്, ലാഗിങ് സ്ട്രാൻഡ് എന്നാണ് ഈ സ്ട്രാൻഡിനെ വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, നമ്മുടെ ക്രോമസോമിൽ നിന്ന് വരുന്ന DNA കാണാം, DNAയുടെ പോളിമറേസുകളെ കാണാം, അതുപോലെ ഹെലിക്കേസ് എൻസൈം ഉണ്ട്. ഇങ്ങനെ പലതരം എൻസൈമുകളാണ് നമ്മുടെ DNA അൺവൈൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ അൺവൈൻഡ് ചെയ്തതിന് ശേഷം അവിടെ സിന്തസിസ് നടക്കുന്നുണ്ട്, ലാഗിങ് സ്ട്രാൻഡ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ലീഡിങ് സ്ട്രാൻഡ് ഉണ്ടാവുന്നുണ്ട്. ലീഡിങ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസിസ് നടക്കുന്നത്, ലാഗിങ് സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വിട്ടിട്ടാണ് ഇവിടെ സിന്തസിസ് നടക്കുന്നുണ്ടാവുക. ഇനി യൂകാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ റെപ്ലിക്കേഷൻ ഓഫ് DNA നടക്കുന്നത് എസ് ഫേസ് ഓഫ് സെൽ സൈക്കിളിലാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് സെൽ ഡിവിഷൻ സൈക്കിൾ ഷുഡ് ബി ഹൈലി കോർഡിനേറ്റഡ്. DNAയുടെ റെപ്ലിക്കേഷനും അതുപോലെ സെൽ ഡിവിഷൻ സൈക്കിളും കോർഡിനേറ്റഡ് ആയിട്ടാണ് നടക്കേണ്ടത്. എന്തെങ്കിലും തരത്തിൽ സെൽ ഡിവിഷനിൽ ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോളിപ്ലോയിഡി, അതായത് ക്രോമസോമിൽ അനോമാലിറ്റീസ് ഉണ്ടാക്കുന്ന കേസുകളിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനത്തെ കേസിലൊക്കെയാണ് ജനറ്റിക്കൽ ആയിട്ടുള്ള പല ഡിസീസസും ഉണ്ടാകുന്നത്. DNA പോളിമറേസസ് on their own cannot initiate the process of replication. DNA പോളിമറേസ് ഒറ്റയ്ക്കല്ല അവരുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് റാൻഡം ആയിട്ട് ഒരു പ്ലേസിലുമല്ല, അവർ ഡെഫിനറ്റ് ആയിട്ടുള്ള റീജിയനിൽ മാത്രമാണ് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ ഒരു റിക്വയർമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ വെക്ടറിനെ ആവശ്യമായിട്ട് വരുന്നത്. വെക്ടറാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. DNA റെപ്ലിക്കേഷൻ്റെ മെയിൻ സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നടക്കുന്നത് ഇനീസിയേഷൻ ആണ്. റെപ്ലിക്കേഷൻ നടക്കാനായിട്ട് ഉള്ള ഒരു പ്രത്യേകതരം റീജനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പോയിന്റിലാണ് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ സ്പോട്ട് ചെയ്യുകയും അവിടെ അൺവൈൻഡിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ട് സ്ട്രാൻഡിൽ നമ്മുടെ DNAക്ക് ആ രണ്ട് സ്ട്രാൻഡും എന്ത് ചെയ്യും, അൺവൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അൺവൈൻഡ് ചെയ്യപ്പെടുമ്പോൾ അൺസിപ്പിംഗ് ഓഫ് DNA സ്ട്രാൻഡ് ഇൻ എൻറ്റയർ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര എനർജി വേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് പോലെയാണ് ആ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുന്നത്. ആ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കുന്നത് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ്, വിച്ച് ഇസ് അൺസിപ്പിംഗ് ദ DNA സ്ട്രാൻഡ്. അപ്പോൾ ഓരോ എൻസൈമുകളുടെയും അതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും അതിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമാണ്. അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടല്ലേ. ഇനി നമ്മുടെ പോളിമറേസ് എൻസൈമുകളുണ്ട്. ഇവരെന്ത് ചെയ്യും, കോംപ്ലിമെൻ്ററി ആയ ഒരു സീക്വൻസിനെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് പുതിയൊരു സീക്വൻസ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി പുതിയൊരു കോംപ്ലിമെൻ്ററി സീക്വൻസിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. പാരൻ്റൽ സ്റ്റാൻഡുകൾ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും, അതായത് അതൊരു
മാധ്യമമായിട്ട് ആക്ട് ചെയ്തത് കൊണ്ട് പുതിയ ഒരു സ്ട്രാൻഡുകളെ ഉണ്ടാക്കാനായിട്ട് അവർ ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അൺവൈൻഡ് ചെയ്യപ്പെടുന്ന ഓരോ സ്ട്രാൻഡുകളിൽ നിന്നും ഓരോ പുതിയ സ്ട്രാൻഡുകൾ അവിടെ സിന്തസൈസ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂണി ഡയറക്ഷനിലാണ്. അത് മറക്കാതെ ഓർത്ത് വയ്ക്കുക. കാരണം നമ്മുടെ DNA എന്ന് പറയുന്നത് പോളിമറൈസേഷൻ ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിൽ മാത്രമാണ്. അപ്പോൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണി ഡയറക്ഷണൽ ആണ്. Therefore, one strand, അതായത് നമ്മുടെ ടെംപ്ലേറ്റ് 3' to 5' എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. അതേസമയം അതിനെ നമ്മൾ വിളിക്കും കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ എന്നും വിളിക്കും. മറ്റൊരു സ്റ്റാൻഡിൽ, അതായത് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വിച്ച് ഈസ് ഗോയിങ് ഫ്രം 5' to 3' ഡയറക്ഷൻ, അവിടെ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ആ ഒരു പേരും മറക്കരുത് കേട്ടോ. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് ഇത്തരത്തിലുള്ള ഫ്രാഗ്മെന്റിനെ വിളിക്കുന്നത്. ഇനി the enzyme which is called as DNA ligase ആണ് ഈ പറയുന്ന ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകളൊക്കെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഇവിടുത്തെ റെപ്ലിക്കേഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ ആണ് അല്ലേ? അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വിട്ടിട്ടാണ് ഇവരുടെ റെപ്ലിക്കേഷൻ. അപ്പോൾ ഇവരെ പരസ്പരം കൂട്ടി യോജിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് DNA ligase എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ടെർമിനേഷൻ ആണ്. അതാണ് ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ്റെ ടെർമിനേഷൻ എന്ന് പറയുന്നത് പല ഓർഗാനിസത്തിലും പല ഡിഫറെൻറ്റ് വേസിലാണ് നടക്കുന്നത്. ഈക്കോളൈ പോലുള്ള പ്രോകാരിയോട്ടിക് പോലുള്ള ഓർഗാനിസത്തിൽ ക്രോമോസോം എന്ന് പറയുന്നത് എന്താണ്? സർക്കുലർ ആണ്. അപ്പോൾ ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്കുകൾ രണ്ട് ടെർമിനലും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ? ഇതാണ് നമ്മുടെ ഈക്കോളൈയുടെ ഒരു DNA എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ റെപ്ലിക്കേഷൻ നടക്കുകയും അതിൽ നിന്നും പരസ്പരം ഈ പറയുന്ന റെപ്ലിക്കേഷൻ ഫോർക്കുകൾ രണ്ട് ടെർമിനലിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രണ്ട് സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. സിന്തസിസ് ഓഫ് ഫസ്റ്റ് സ്ട്രാൻഡ് കാണാം, അതുപോലെ സിന്തസിസ് ഓഫ് സെക്കൻഡ് സ്ട്രാൻഡ് കാണാം. ഇങ്ങനെയാണ് ഈ ഇക്കോളൈയിൽ ടെർമിനേഷൻ സംഭവിക്കുന്നത്. റോൾ ഓഫ് എൻസൈംസ് ഇൻ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈലി എൻസൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ പലയധികം എൻസൈംസ് ഇൻവോൾവുമാണ്. അപ്പോൾ ഇതിനകത്ത് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ഉണ്ട്, ഹെലിക്കേസ് ഉണ്ട്, ലൈഗേസ് ഉണ്ട്. ഇതല്ലാതെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ആണ് ഇവിടുത്തെ മെയിൻ എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ എൻസൈമായ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ എൻസൈമാണ് പോളിമറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതിനെ കാറ്റലൈസ് ചെയ്യുകയും അപ്പോൾ ഈ പ്രോസസ്സിനെ റെഗുലേറ്റ് ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസൈറ്റുകൾ സബ്സ്ട്രേറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റെപ്ലിക്കേഷന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. DNA പോളിമറേസ് എന്ന് പറയുന്നത് 3 ടൈപ്പാണുള്ളത്. DNA പോളിമറേസ് 1, DNA പോളിമറേസ് 2 ആൻഡ് DNA പോളിമറേസ് 3. സോ DNA പോളിമറേസ് 1 എന്ന് പറയുന്നത് ഒരു DNA റിപ്പയർ എൻസൈമാണ്. നമുക്കറിയാം DNA റെപ്ലിക്കേഷനിൽ ചില സമയത്ത് എററുകൾ സംഭവിക്കാം. ഇതിനെ റിപ്പയർ ചെയ്യുക നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ DNA പോളിമറേസ് 1 എന്ന് പറയുന്നത് ഒരു DNA റിപ്പയർ എൻസൈമായിട്ട് നിലകൊള്ളുന്നത്. ഇതിന് 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതായത് 5' മുതൽ 3' വരെയുള്ള പോളിമറൈസ് ആക്ടിവിറ്റി, അതായത് നമ്മുടെ DNA പോളിമറൈസ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റി. ഇതല്ലാതെ 5' to 3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. ഇതുകൂടാതെ 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്നുള്ളത്. എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി നമ്മുടെ DNAക്ക് 5' to 3' ഡയറക്ഷനിലും ഉണ്ടാവും, അതുപോലെ 3' to 5' ഡയറക്ഷനിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എററുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ എറർ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുക, അതുവഴിയായിട്ട് എറർ ഫ്രീ ആയിട്ട് നമ്മുടെ DNA റെപ്ലിക്കേഷനെ കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് DNA പോളിമറേസ് 1 എന്ന് പറയുന്ന DNA റിപ്പയർ എൻസൈം വർക്ക് ചെയ്യുന്നത്. അടുത്ത എൻസൈമാണ് DNA പോളിമറേസ് 2 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൈമർ എക്സ്റ്റൻഷൻ ആൻഡ് പ്രൂഫ് റീഡിംഗ്. ഇനി എന്താണ് പ്രൈമർ എന്നുള്ളത്?
പ്രൈമർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിന്റെ സീക്വൻസ് ആണ്. ഇവരാണ് DNA സിന്തസിസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിവിങ് ആയിട്ടുള്ള നമ്മുടെ ഓർഗാനിസത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൈമർ എന്ന് പറയുന്നത് ചെറിയ സ്ട്രാൻഡ്സ് ഓഫ് RNA ആണ്. സോ ഈ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്നത് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അത് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA പോളിമറേസ് ആണ്. അതൊരു ടൈപ്പ് ഓഫ് RNA പോളിമറേസ് എന്ന് പറയാം. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ പ്രൈമർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈമർ തരുന്നത് RNA പോളിമറേസ് ആണ്. അപ്പോൾ ഈ പ്രൈമറിന്റെ എക്സ്റ്റൻഷനും അതുപോലെ പ്രൂഫ് റീഡിങ്. എന്താണ് പ്രൂഫ് റീഡിങ്? പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ DNA റെപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ DNA polymerase 2 ആണ് which is responsible for primer extension and proofreading. അടുത്ത എൻസൈം ആണ് DNA polymerase 3 എന്നുള്ളത്, and that is responsible for in vivo DNA replication. അപ്പോൾ ഇനിയും കുറേ എൻസൈമുകളുണ്ട്. DNA ഹെലിക്കേസ് അതിലൊരു എൻസൈമാണ്. ഹെലിക്കേസ് എൻസൈം എന്താ ചെയ്യുന്നത്? DNA സ്ട്രാൻഡുകളെ തമ്മിൽ അൺസിപ്പ് ആണ് ചെയ്യുന്നത്. ഇവിടെ അൺസിപ്പ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതുവഴിയായിട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ. അടുത്ത എൻസൈമാണ് DNA ലൈഗേസ് എന്നുള്ളത്. DNA ലൈഗേസ് എൻസൈമാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലേ ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകൾ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയ ലാഗിങ് സ്ട്രാൻഡിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഡിസ്കണ്ടിന്യൂസ് ആയ DNA സ്ട്രാൻഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എൻസൈമാണ് DNA ലൈഗേസ് എൻസൈം. അടുത്തൊരു എൻസൈമാണ് പ്രൈമേസ്. ഈ പ്രൈമേസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു സൂചന തന്നിരുന്നു. RNA പ്രൈമറിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് പ്രൈമേസ് എൻസൈം ഉള്ളത്. ഒരു ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് എൻഡോ ന്യൂക്ലിയസ്. എൻഡോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഉള്ളില് അല്ലെ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് കട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ ഇതാണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയോ കട്ടുകൾ DNA മോളിക്യൂളിൽ കട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻഡോ ന്യൂക്ലിയസ് എൻസൈമിന്റെ പ്രത്യേകത. അടുത്തതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്? അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് നമ്മുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ആയ സ്ട്രക്ചേഴ്സ്, പുതിയ വേറെ സ്ട്രക്ചേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ആയ SSB പ്രോട്ടീൻസ് ഉള്ളത്. അപ്പം നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാസറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം കാസറ്റിന് വള്ളിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിഭജിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ DNAയും സെപ്പറേറ്റ് ചെയ്യുന്നത്. DNAയുടെ സ്ട്രാൻഡുകളെ നമ്മൾ പരസ്പരം സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന എൻസൈം എന്താണ്? ഹെലിക്കേസ് ആണ്. DNA ഹെലിക്കേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ പരസ്പരം പിന്നെയും റീവൈൻഡ് ചെയ്യാൻ പെട്ടിയും കെട്ടുപിടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കെട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ SSB പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നത്, അഥവാ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ DNAനെ നമ്മളിങ്ങനെ അൺബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ SSB പ്രോട്ടീൻസ് ഈ പറയുന്ന ഓരോ സ്ട്രാൻഡിലും വന്ന് ബൈൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് റീവൈൻഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇവർ കെട്ടുപിടിക്കത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് SSB പ്രോട്ടീൻസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ റീവൈൻഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന DNA സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാസറ്റിന്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒക്കെ ഇമാജിൻ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് ഇൻ പ്രോകാരിയോട്സിനെ നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഒരേയധികം ഫേസുകളിലൂടെയാണ്. ആദ്യം നമ്മുടെ DNA സ്റ്റാൻഡ് എന്ന് പറയുന്നത് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അൺവൈൻഡ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്നാണ്. ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ് DNAനെ ഓപ്പൺ ചെയ്യുന്നത്. അതുവഴിയായിട്ട് DNA റെപ്ലിക്കേഷൻ ഫോർക്കുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ DNAനെ കോട്ട് ചെയ്യുന്നതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞല്ലേ SSB പ്രോട്ടീൻസ്. ആ SSB പ്രോട്ടീൻസ് ആണ് റീവൈൻഡിങ് ഓഫ് DNAനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇതല്ലാതെ ഒരു എൻസൈമാണ് ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. ഈ ടോപ്പോ ഐസോമറേസ് എൻസൈമാണ് സൂപ്പർ കോയിലിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ DNAനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ സെപ്പറേറ്റ് ചെയ്യാത്ത ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഒരു കെട്ടുപിടിക്കാൻ, അത് കൂട്ടമായിട്ട് ഇങ്ങനെ കെട്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈമാണ് സൂപ്പർ കോയിലിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് RNA പ്രൈമേഴ്സ് ഉണ്ട്. RNA പ്രൈമേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഈ പ്രൈമേഴ്സ് ആണ് നമ്മുടെ കോംപ്ലിമെന്ററി ഓഫ് DNA സ്റ്റാൻഡായിട്ട് മാറുന്നത്.
ഇനി DNA പോളിമറേസ് 3 ആണ് നമ്മുടെ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുന്ന മെയിൻ എൻസൈം എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് പ്രൈമേഴ്സ്. നമ്മൾ പറഞ്ഞല്ലേ പ്രൈമർ എന്ന് പറയുന്നത് ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളാണെന്ന്. അപ്പോൾ ഇതിനിടയിൽ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുന്നത് DNA പോളിമറേസ് 3 ആണ്. DNA പോളിമറേസ് 3 ആണ് DNA റെപ്ലിക്കേഷനുള്ള മെയിൻ എൻസൈം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാഗിങ് സ്ട്രാൻഡുകൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ലീഡിങ് സ്ട്രാൻഡുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവർ പരസ്പരം ഇലോങ്ങേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽ ചെയ്യുന്നുണ്ട്. പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് ആ ഗ്യാപ്പിനെ ഫിൽ ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ പോളിമറേസ് 1, DNA പോളിമറേസ് 1 എന്ന് പറയുന്നത്. ഇനി ഈ ഗ്യാപ്പുകളെ സീൽ ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ DNA ലൈഗേസ് എൻസൈം എന്ന് പറയുന്നത്. DNA റെപ്ലിക്കേഷൻ ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോകാരിയോട്സിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇനീസിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ കോംപ്ലക്സ് ആണ് ഇൻ കേസ് ഓഫ് യൂക്കാരിയോട്സ് ദാൻ ദാറ്റ് ഓഫ് ദ പ്രോകാരിയോട്സ്. യൂക്കാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഒരു പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സിന്റെ ഫോർമേഷനും നമുക്ക് കാണാൻ സാധിക്കും വിത്ത് അതർ ഇനീഷ്യേറ്റർ പ്രോട്ടീൻസ്. മറ്റ് ഇനീഷ്യേറ്റർ പ്രോട്ടീൻസിനോട് കൂടെ തന്നെ നമുക്ക് പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സ് ഫോർമേഷൻ യൂക്കാരിയോട്സിൽ കാണാനായിട്ട് സാധിക്കും. ഇനി പ്രോസസ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി സെയിം ആണ് നമ്മുടെ യൂക്കാരിയോട്സിന്റെ കേസിൽ. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈംസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ യൂക്കാരിയോട്സിലെ പോളിമറൈസേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എൻസൈം പോളിമറേസ് ഡെൽറ്റ ആണ്. വെറാസ് പ്രോകാരിയോട്സിൽ അത് ചെയ്യുന്നത് DNA പോളിമറേസ് 3 എന്ന് പറയുന്ന മെയിൻ എൻസൈം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണ്. സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സെഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഈ ഒരു സെഷൻ ഡീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അത് ഹെൽപ്പായിരിക്കും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം സെപ്പറേറ്റ്സ് ദ 2 strands of DNA ഡ്യൂറിങ് ദ റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഏത് എൻസൈമാണ് 2 സ്റ്റാൻഡുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗൈറേസ്, ഓപ്ഷൻ ബി ടോപ്പോ ഐസോമറേസ്, ഓപ്ഷൻ സി ഹെലിക്കേസ്, ഓപ്ഷൻ ഡി DNA പോളിമറേസ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ DNA റെപ്ലിക്കേഷൻ സ്റ്റഡീസ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് DNA റെപ്ലിക്കേഷൻ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ന്യൂറോസ്പോറ ക്രാസ, ഓപ്ഷൻ ബി ഡ്രോസോഫില മെലനോഗാസ്റ്റർ, ഓപ്ഷൻ സി എഷ്കേരിയ കോലൈ, ഓപ്ഷൻ ഡി ന്യൂമോകോക്കസ്. ശരിയായ ഉത്തരം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, DNA polymerase synthesizes. ഓപ്ഷൻ എ DNA in 5' to 3' direction, ഓപ്ഷൻ ബി DNA in 3' to 5' direction, ഓപ്ഷൻ സി mRNA in 3' to 5' direction, ഓപ്ഷൻ ഡി mRNA in 5' to 3' direction. നാലാമത്തെ ചോദ്യം, 3' to 5' phosphodiester linkage joins. ഓപ്ഷൻ എ 2 DNA strands, ഓപ്ഷൻ ബി 2 nucleotides, option C a nitrogen base with pentose sugar, option D 2 nucleosides. 3' to 5' phosphodiester linkage എന്തിനെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, the fragments of DNA are joined together by which of the following enzymes? Option A endonuclease, option B DNA polymerase, option C പ്രൈമേസ്, ഓപ്ഷൻ ഡി ലൈഗേസ്. ഇതിൽ ഏത് എൻസൈം വെച്ചിട്ടാണ് DNA ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴാണ് നമ്മൾ അടുത്ത ക്ലാസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നത്. മറക്കാതെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.